ഓ ഇതാ പട്ടി. ഈ പട്ടിയെ എനിക്ക് ആവശ്യമുണ്ടായിട്ട് ഇവിടെ കെട്ടിയേക്കുമല്ല. ഇന്നലെ എല്ലാവരും കൂടെ കൂടി ഇതിനെ തൽക്കാലത്തേക്കൊന്ന് കെട്ടണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സമ്മതിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനെ എത്രയും ഞാൻ തന്നെത്താനെ താമസിക്കുന്നത് ഇത് പേ ഉള്ളതാണെന്നോ പേ ഇല്ലാത്തതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അത് ഒരാളോട് എനിക്ക് പറയാനും ആരുമില്ല. അതുകൊണ്ട് എത്രയും അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു, ഇന്നലെ രാത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലല്ലോ എന്താണെന്ന് ചോദിച്ചപ്പം ഇന്ന് വന്ന് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതുവരെ ആരും വന്നിട്ടില്ല. എനിക്കിതിനെ വളർത്തുകയും വേണ്ട, എങ്ങനെയും ഒന്ന് ഒഴിഞ്ഞു മാറിയാൽ മാത്രം മതി. അതിന് ഈ വഴിയിൽ എനിക്ക് വേറെ വഴിയില്ല. ഇതേ ഉള്ളൂ. വീട്ടിലാര് കയറി വന്നാലും എനിക്കിറങ്ങി പോകണമെന്നില്ല, ആ ഒറ്റ വഴിയേ ഉള്ളൂ. അന്നേരം അവിടെ കൊണ്ടുവന്ന് ഇങ്ങനെയുള്ളതായ പ്രതികൂലങ്ങൾ കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ പട്ടിയെ എന്തായാലും അത്രയും വേഗത്തിൽ കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞേക്കുന്നത്. കൊണ്ടുപോയില്ലെങ്കിൽ എനിക്ക് വേണ്ട. നമ്മുടെ ഈ ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന അമ്മ ഇവിടെ താമസിക്കുന്നത്. കാരണം ഞാനും ഇവിടെ ഹരിതകർമ്മസേനയായിട്ട് വരുന്നതാണ്. പ്ലാസ്റ്റിക് എടുക്കാൻ നമ്മൾ ഈ വഴി സൈഡിലുണ്ട് കാണിച്ചു ഇവിടെ റോഡ് സൈഡ് ഞാൻ കെട്ടിയിട്ടേക്കുമായിരുന്നു. നമുക്ക് ആ വിഷം നമ്മൾ കണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മിണ്ടാപ്രാണിയെ ഇങ്ങനെ കൊണ്ട് കെട്ടുവാന്ന് വെച്ചാൽ മോശമാണ്. കാരണം അയച്ചു വിട്ട ഈ വീട്ടുകാർക്ക് ഒരു വീട്ടിൽ കുഞ്ഞിനെ പോലെ വളർത്തിയിട്ട് ഇതിനെ ഇങ്ങനെ കൊണ്ട് കളയലായിരുന്നു. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. റോഡിൽ വണ്ടി പോകുന്ന റോഡാ, എപ്പോഴും നിരന്തരം വണ്ടി പോയി, വണ്ടി ഇടിച്ച് ചത്തുപോയെങ്കിലും അതിനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പേ ഉണ്ടോന്ന് അറിയത്തില്ല. കാരണം ഈ ഞാൻ വന്ന് കണ്ടപ്പോഴും ആ കെട്ടിയിടും വിഷന്ന് പട്ടിണിയാണ്. വ്യാഴാഴ്ച നൈറ്റ് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഡോഗിനെ കാണുന്നത്. പെട്ടെന്ന് മുന്നേ പോയ ഒരു ബൈക്കുകാരൻ ഇതിനെ ഇടിക്കാൻ വരികയും അദ്ദേഹം വെട്ടിച്ച് മാറ്റുകയാണ് ചെയ്തത്. റോഡിന്റെ നടുക്കായി പട്ടി കിടന്നിരുന്നത്. അപ്പോൾ ഇത് വിസിബിൾ ഒന്നും അല്ല ഈ പട്ടി. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പട്ടിയെ റോഡിന്റെ നടുക്കുന്നെങ്കിലും പറഞ്ഞു. കാരണം ബൈക്കുകാരാണ് കൂടുതലും നൈറ്റ് റൂട്ടിൽ പോകുന്നത്. വെളുപ്പിനൊക്കെ ആണെങ്കിലും ടാപ്പിംഗ് തൊഴിലാളികൾ കൂടുതലും പോകുന്നത്. നൈറ്റ് ഈ പട്ടി റോഡിന് നടുക്കിടന്ന സ്പോട്ട് ചെയ്യാൻ പാടാണ്, എസ്പെഷ്യലി വിട്ടുകൂടെ വരുവാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ നൈറ്റ് ഇതിനെ എന്ത് ചെയ്തു, ഈ വീട് ആൾതാമസം ഉള്ള വീടാണെന്ന് ഇല്ലാത്ത വീടാണെന്നാണ് നമുക്ക് ഇതുവഴി വന്ന കുറച്ച് നാട്ടുകാർ പറഞ്ഞത്. അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കിട്ടിയൊരു കയറിൽ നമ്മൾ റോഡിൽ നിന്ന് കുറച്ച് മാറ്റിയെങ്കിലും കെട്ടണം നോർത്താണ് കെട്ടുന്നതും. അന്ന് നൈറ്റ് തന്നെ നമ്മൾ റെസ്ക്യൂറെ വിളിച്ചു. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 100 വിളിച്ച് പോലീസുകാരെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം അവർ പറഞ്ഞത് അനിമൽ റെസ്ക്യൂ ചെയ്യുന്ന ഒരു ഗവൺമെൻറ് നമ്പർ ഉണ്ട്. അപ്പോൾ ആ നമ്പർ 2 നമ്പർ വന്നു. 2 നമ്പർ ഓരോ നമ്പർ ഇന്നാക്റ്റീവ് ആണ്. ഒരു നമ്പറിൽ വിളിച്ചപ്പം റെസ്പോൺസ് ഒന്നുമില്ല. അങ്ങനെ അവസാനം നമ്മൾ പുനലൂരുള്ള ഫൈസലിനെ വിളിച്ച് ഫൈസൽ റെസ്ക്യൂ ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം കൊല്ലത്തായതുകൊണ്ട് വരുന്നതിൽ കുറച്ച് ഡിലേ വന്നു.